ഇസ്രായേലിൽ ഭീകരാക്രമണം. വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിൽ ഹാദിഷ്ബിക്ക് സമീപമാണ് ആക്രമണം അരങ്ങേറിയത്. പാലസ്തീൻ അറബ് വംശജനായ തീവ്രവാദി ഒരാളെ കുത്തിക്കൊലപ്പെടുത്തുകയും ഒരു സൈനികനെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തു. നോർത്തേൺ ഇസ്രായേൽ പട്ടണമായ ഹൈഫയിൽ 66-ാം റൂട്ടിലെ ഹാദിഷ്ബി ജംഗ്ഷന് സമീപമാണ് ക്രൂരമായ ഈ തീവ്രവാദ ആക്രമണം നടന്നത്. കുത്തേറ്റും വെടിവെപ്പിലും 85 വയസ്സുള്ള ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെടുകയും 20 വയസ്സ് മാത്രമുള്ള ഒരു ഇസ്രായേലി സൈനികന് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലി പോലീസും അടിയന്തര പ്രതികരണ സേവന വിഭാഗമായ മകൻ ഡേവിഡും സംഭവം റിപ്പോർട്ട് ചെയ്തു. പാലസ്തീൻ അറബ് വംശജനായ തീവ്രവാദി ബസ് കാത്തുനിന്ന ആളുകളുടെ ഇടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയും തുടർന്ന് കാറിൽ നിന്നിറങ്ങി സാധാരണക്കാരെ ആക്രമിക്കുകയുമായിരുന്നു. 85 വയസ്സുകാരനായ മോശെ ഹോണിനാണ് മാരകമായി കുത്തേറ്റത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. തുടർന്ന് സൈനികനെ ആക്രമിച്ച് തോക്ക് കൈവശപ്പെടുത്തുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെയും വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നവർക്ക് നേരെയും വെടിവെപ്പ് നടത്തുകയുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ 20-കാരനായ സൈനികനെ ഹൈഫയിലെ റാംപാം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഐഡിഫ് സൈനികന്റെ അവസ്ഥ ഗുരുതരമാണെന്നും വെന്റിലേറ്ററിൽ തുടരുകയുമാണെന്നും സൈന്യം വ്യക്തമാക്കി. ഭീകരാക്രമണം നടത്തിയത് 25 വയസ്സുകാരനായ കരീം ജബാരിൻ എന്നയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഭീകരനെ പോലീസ് വധിച്ചു. അതേസമയം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തു. മരണപ്പെട്ട മോശെ ഹോണിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് രംഗത്ത് വന്നു. സുരക്ഷാസേന സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണെന്നും ഇസ്രായേലിനുള്ളിൽ നിന്നുള്ള ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ തടയാൻ വേണ്ട നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും സ്ഥലം പോലീസ് കമ്മീഷണർ ലേവി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്.